കണ്ടോ അടുത്ത അലോവേര സെറ്റ് ജ്യൂസ് ആവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ അലോവേര കൊണ്ടിട്ട് എന്താണ് ഇത്രയധികം ചെയ്യുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും അലോവേരയുടെ ഒരു വീഡിയോ എപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു 2-3 മാസം കൂടുമ്പോൾ ഇടാറുണ്ട്. ഇതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഫ്രഷ് ജ്യൂസ് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നിങ്ങൾ കണ്ടോയെന്നറിയില്ല യൂട്യൂബിൽ കരിമംഗല്യത്തിന് ഒത്തിരി പേർക്കുണ്ട് നാട്ടിൽ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പോലെ ഒരു ആയുർവേദം ഒരു ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാനായിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്ന് ഫ്രഷ് അലോവേര ഞാൻ ഇപ്പം നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഉലുവ വേണം. ഓക്കെ, ഡ്രൈഡാണ്, ഉലുവ ഡ്രൈഡാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷേ യോഗേട്ട് നമുക്ക്, അതായത് തൈര് നമുക്ക് പച്ചത്തൈര് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പണ്ടേ മുതൽ ഞാൻ ഇത് ഉണക്കി ഞാൻ കാണിച്ചായിരുന്നു. തൈര് ഉണക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. തൈര് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അടുത്ത സെറ്റ് തൈര് ദേ ഉണങ്ങി ഇനി ഇത് പൊടിക്കാൻ റെഡി ആയിട്ട് വരുവാണ്. ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അവസാനം പൊടിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടുമ്പോഴാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അവർ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ അലോവേര ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് അതിൽ നമ്മൾ ഉലുവ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ തൈര് കൂട്ടി അടിച്ച് മുഖത്തിടണം എന്നാണ് പറഞ്ഞത്. തൈരിന് പകരം ഞാൻ ആലോചിക്കുന്നു ഈ തൈരിൻ്റെ പൊടി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഇത് കൂടി അടിച്ച് ചെയ്യാനാണ്. പക്ഷേ എനിക്ക് അത് ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു മുഖം ഇതുവരെ കിട്ടിയിട്ടില്ല. കരിമംഗല്യമുള്ളൊരു മുഖം കിട്ടിയാലേ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർ പറഞ്ഞത് 6 മാസമെങ്കിലും നമ്മളത് ചെയ്യണം എന്നാണ്. 6 മാസമെങ്കിലും നമ്മളത് ഉപയോഗിക്കണം കണ്ടിന്യൂസ്, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ അത്ര. അലോവേരയുടെ പല വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് ഇത്. പ്യുവർ ജെല്ല്, അതായത് ഒട്ടും വെള്ളം ചേർക്കാതെയുള്ള ജെല്ലാണ്. ഇതൊക്കെ ഞാൻ പൊതുവെ ക്രീമുകൾക്കാണ് എടുക്കുന്നത്. ക്രീമുകൾ അതുപോലെ ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതെടുക്കും. പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൈക്ക് ചൊറിച്ചിലൊക്കെ വരില്ലേ, അതായത് ഡ്രൈനെസ് വന്നിട്ട്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇത് പുരട്ടിയിട്ട് ഇത് പുരട്ടി അതിൻ്റെ മേലെ എന്തെങ്കിലും ക്രീം ഇട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതായാലും തന്നെ പുരട്ടിയിട്ട് പോയി ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ അത് അവിടെ കിടക്കും. ചെറിയൊരു SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറും ഈ അലോവേര ജെല്ലിലുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ 50% വാട്ടറും 50% അലോവേര ജെല്ലാണ്. അതുകൊണ്ട് ഇതിന് സ്റ്റിക്കിനെസ് കുറവാണ്. ഒന്നും കൂടി വെള്ളത്തിൻ്റെ ഒരു അംശമാണ് ഇതിൽ കൂടുതൽ. അപ്പോൾ നമുക്കിപ്പോൾ അധികം ഇത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കധികം അങ്ങനെ ഭയങ്കര ജെല്ല് പരുവത്തിൽ കിട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ ചെറിയ പെർസെൻറ്റേജ്, ഇപ്പോൾ ഫ്രഷ് അലോവേര ജ്യൂസ് എടുക്കുകയാണെങ്കിൽ 10% അലോവേര ജ്യൂസും ബാക്കിയുള്ളത് വെള്ളം എടുത്തിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നും കൂടി കളറ് വേരിയേഷൻ വരും. അതായത് ജെല്ല് കൂടും തോറും കളറിൽ, ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കളറിൻ്റെ വേരിയേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിനൊന്നും കൂടി ഒരു വൈറ്റിഷ് കളറുണ്ട്, ഇതിനൊന്നും കൂടി ഒരു യെല്ലോയിഷ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ എത്രയധികം വെള്ളം കൂടുന്നോ അത്രയധികം ക്ലാരിറ്റി കൂടി വരും. പിന്നെ ഇതെൻ്റെ ജ്യൂസാണ്. ജ്യൂസൊക്കെ കഴിയാറായി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇടുകൾ ചെയ്യേണ്ട സമയമായി. ഇപ്പോൾ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തോരം അലോവേര, ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ എന്തോരം അലോവേര ഉള്ളതെന്ന്. പക്ഷേ ഒരു വീട്ടിലേക്ക് നമ്മൾ ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് വഴി നമ്മൾ ജ്യൂസ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വീട്ടിലേക്ക് 3-4 പേർക്കുള്ളതൊക്കെ തികയുള്ളൂ. കാരണം എല്ലാവർക്കും എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഈ അലോവേര. അത് ഹെയറിനായാലും സ്കിന്നിനായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അലോവേര പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള അലോവേര പോരാതെ വരും.